കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്നാൽ അതിന്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കൊച്ചിയിലെത്തുന്ന യുവാക്കൾ പറയുന്നത്. കൊച്ചി വാട്ടർ മെട്രോയിൽ കയറിയാൽ പിന്നെ കാറും ബസ്സും ഒന്നും വേണ്ട എന്നാണ് അവരുടെ പക്ഷം. സംഭവം വളരെ ശരിയാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ ജലഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊച്ചി വാട്ടർ മെട്രോ കടന്നു വന്നത്. സർവീസ് ആരംഭിച്ച് 10 മാസം പിന്നിട്ടപ്പോൾ 3 റൂട്ടുകളിൽ 17.5 ലക്ഷത്തിലധികം ആളുകൾ യാത്ര ചെയ്ത കൊച്ചി വാട്ടർ മെട്രോ പുതിയ കുതിപ്പും നടത്തിക്കഴിഞ്ഞു. കൊച്ചിയുടെ കായൽ കാഴ്ചകളുടെ പുത്തൻ അനുഭവമായി എത്തിയ വാട്ടർ മെട്രോയുടെ പുതിയ 2 റൂട്ടുകളും പുതിയ 4 ടെർമിനലുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. വാട്ടർ മെട്രോയിൽ ചേരനെല്ലൂർ വരെ പോകണമെങ്കിൽ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനു മുമ്പ് ആ യാത്രയുടെ ദൃശ്യാനുഭവം ഒന്ന് കണ്ടു നോക്കാം. കൊച്ചിയുടെ ഉപഗ്രഹ ദ്വീപുകളെ മെട്രോ സിറ്റിയുമായി ബന്ധിപ്പിക്കുന്ന വാട്ടർ മെട്രോ എന്ന സ്വപ്ന പദ്ധതി ചിറക് വിടർത്തി കുതിക്കുകയാണ്. ചീനവലകളും ചെമ്മീൻ കെട്ടുകളും കണ്ട് കായൽ സൗന്ദര്യം ആസ്വദിച്ച് കൊച്ചിയുടെ ജലപാതകളിലൂടെ ശീതീകരിച്ച അത്യാധുനിക ബോട്ടിലൊരു യാത്ര ആരും കൊതിക്കുന്നതാണ്. അമ്പരചുംബികളായ പൗരാണിക കെട്ടിടങ്ങളും ഇടതൂർന്ന മരങ്ങളും കണ്ടുള്ള ആംസ്റ്റർഡാം യാത്രയെക്കാളൊക്കെ ഏറെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പച്ചപ്പും കണ്ടൽക്കാടുകളും കായൽ ജീവികളെയുമൊക്കെ കണ്ടുകൊണ്ട് ഇനി മുളവുംകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരനെല്ലൂർ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്യാം. ഹൈക്കോടതി ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി, മുളവുകാട് നോർത്ത് വഴി സൗത്ത് ചിറ്റൂർ വരെയാണ് ഒരു റൂട്ട്. സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരനെല്ലൂർ വരെ മറ്റൊരു റൂട്ടുമാണ് സർവീസ്. നിലവിൽ ഹൈക്കോടതി ജംഗ്ഷൻ, വൈപ്പിൻ, ബോൾഗാട്ടി, വൈറ്റില, കാക്കനാട് എന്നീ 3 റൂട്ടുകളിലായി 13 ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. പാലിയംതുരുത്ത്, കുമ്പളം, വില്ലിംഗ്ടൺ ഐലൻഡ്, മട്ടാഞ്ചേരി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പൂർത്തിയാകുമ്പോൾ 10 ദ്വീപുകളിലായി 38 ടെർമിനലുകളെ ബന്ധിപ്പിച്ച് 78 വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷയെല്ലാം കഴിഞ്ഞ് അവധിക്കാലം എത്തുന്നതോടെ കൊച്ചി വാട്ടർ മെട്രോയിൽ കയറാൻ വിദ്യാർത്ഥികളുടെ അടക്കം വൻ കുത്തൊഴുക്കുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസന കാഴ്ചപ്പാടിന് ഉത്തമ ഉദാഹരണമാണ് കൊച്ചി വാട്ടർ മെട്രോ എന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് വാട്ടർ മെട്രോ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിന് ചുറ്റുമുള്ള ദ്വീപ് നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും പ്രയോജനകരമായ സംവിധാനമാണിത്. ഇവിടത്തെ ജനങ്ങളുടെയും ഈ നഗരത്തിന്റെയും ജീവിത നിലവാരം ഉയർത്താൻ വാട്ടർ മെട്രോയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുമെന്ന് പറയാറുണ്ട്. വികസന കാര്യത്തിലും ഇത് സത്യമായിരിക്കുന്നു. അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിച്ച അത്യാധുനിക ബോട്ടുകളെ തേടി രാജ്യത്തിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യക്കാർ എത്തുന്നത്. പങ്കാളിത്ത ജനാധിപത്യത്തിൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സമീപനത്തിലാണ് റെക്കോർഡ് വേഗത്തിൽ കൊച്ചി വാട്ടർ മെട്രോ സർവീസ് വ്യാപിപ്പിച്ചിരിക്കുന്നത്. അത് കൊച്ചിയുടെ വികസനത്തിനും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും അതുവഴി കേരളത്തിന്റെ ആകെ പുരോഗതിക്കും വഴിവെക്കട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു കാലത്ത് ജനങ്ങൾ പോകാൻ മടിച്ചിരുന്ന കൊച്ചിയിലെ ദ്വീപുകളും ടൂറിസം കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. ഇത് മുന്നിൽ കണ്ടാവണം ദേശീയ ജലപാത ആദ്യഘട്ട ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏലൂർ ഫെറിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ജിം, കാഫ്റ്റേരിയ, കംഫർട്ട് സ്റ്റേഷൻ തുടങ്ങിയ സൗകര്യങ്ങളാണ് പുതുതായി ഏർപ്പെടുത്തുന്നത്. കേന്ദ്ര, സംസ്ഥാന സർക്കാർ, നഗരസഭ എന്നിവർ ചേർന്ന് നടപ്പാക്കുന്ന 55 ലക്ഷം രൂപയുടെ അമൃത് പദ്ധതിയും പുരോഗമിക്കുന്നുണ്ട്. ദൈനംദിന യാത്രക്കാരോടൊപ്പമോ അതിലധികമോ ടൂറിസ്റ്റുകളും വാട്ടർ മെട്രോ ഉപയോഗിച്ചിട്ടുണ്ട്. വാട്ടർ മെട്രോ പൂർണ്ണ സജ്ജമാകുന്നതോടെ കൊച്ചിയുടെ എല്ലാ ദ്വീപുകളും ടൂറിസം കേന്ദ്രങ്ങളാകും. കേരളമാകെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാനും അധിക നാൾ വേണ്ടി വരില്ലെന്ന് ചുരുക്കം. പരമാവധി ടിക്കറ്റ് നിരക്ക് 40 രൂപ എന്നത് സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയും കൊച്ചി മെട്രോയിലേക്ക് ആകർഷിക്കുന്നുണ്ട്.